ഹായ് ഓൾ, എൻ്റെ പേര് മോനിഷ. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് BANE 143 ട്രൈബൽ കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പേപ്പറിലത്തെ യൂണിറ്റ് 1 ആണ്. നമ്മുടെ യൂണിറ്റ് 1ന്റെ പേര് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ട്രൈബ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റ് 1ൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ട്രൈബ് എന്നുള്ള കോൺസെപ്റ്റ്, ഏതൊക്കെ തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് അതിനുള്ളത്, സോഷ്യോളജിക്കലായിട്ടും ആന്ത്രപ്പോളജിക്കലായിട്ടും എങ്ങനത്തെ ഡെഫിനിഷൻസ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് ഈ ട്രൈബ് എന്ന കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു വേർഡിന് നമ്മൾ വേറെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഡീനോട്ടിഫൈഡ്, അതുപോലെ നൊമാഡിക് എന്നൊക്കെ പറയാറുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ എന്താണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് മീനിങ് ആണ്. ഈ ട്രൈബ് എന്ന കോൺസെപ്റ്റിന്റെ മീനിങ് ജസ്റ്റ് എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു രീതിക്ക് പറയാണ്. The community with distinct culture, which is continuing since the evolutionary phases, are assumed to be Adivasi or tribe in India. നമ്മൾ ഈ ഒരു ഡിസ്റ്റിന്റ് കൾച്ചർ ഉള്ള ഈ ഒരു കമ്മ്യൂണിറ്റിനെ, ട്രൈബ് എന്ന കമ്മ്യൂണിറ്റിനെ നമ്മൾ നമുക്ക് അവരുടെ എവല്യൂഷണറി ഫേസസ് തൊട്ട് നമുക്ക് അവരെ ഈ ഒരു ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫീച്ചേഴ്സിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഡിസ്റ്റിന്റ് കൾച്ചർ ആയിട്ട് അവരെ നമുക്ക് കാണാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ നമ്മൾ എന്താണ് ആദിവാസി അല്ലെങ്കിൽ ട്രൈബ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യാറ്. ഇവർക്ക് ഡൈവേഴ്സ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ട്രൈബിലുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെ വേറൊരു ട്രൈബിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവർ ഇൻഡിവിജ്വലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരിലെ ഡിഫറൻസ് കാണാൻ പറ്റും. സോ വാരി അക്രോസ് ദ കൾച്ചറൽ പ്ലാറ്റ്ഫോം വിത്ത് ഡൈവേഴ്സ് ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് ജസ്റ്റ് ഒരു മീനിങ് ആയിട്ട് ഈ ഒരു ട്രൈബിന്റെ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഇവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, കോമൺ ആയിട്ട് പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ട്രൈബ് എന്നുള്ളത് ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പർട്ടിക്കുലർ ജോഗ്രഫി. ഇവർക്ക് ഒരു പർട്ടിക്കുലർ ജോഗ്രഫി ഉണ്ടായിരിക്കും. ഇവർ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മറ്റുള്ള ട്രൈബ് താമസിക്കുന്ന പോലെ നമ്മളെ പോലെ ആയിരിക്കും കുറച്ചും കൂടെ ഫോറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് കുറച്ചും കൂടെ കോണ്ടാക്ട് ഉള്ള ഒരു കൂട്ടം ആൾക്കാരായിരിക്കും ഈ ട്രൈബ് എന്ന് പറയുന്നത്. അവർ കുറച്ചും കൂടെ മെയിൻ സ്ട്രീമിലേക്ക് വരാൻ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ട്രൈബ് എന്ന് പറയുന്നത്. സോ അവർക്കായിട്ട് ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ സ്പെസിഫിക് കൾച്ചറൽ പ്രാക്ടീസസ്. അവർക്ക് ഓരോ ട്രൈബിന്റെ ഗ്രൂപ്പിൽ കാണുകയാണെങ്കിൽ ഓരോ കൾച്ചറൽ പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ഒരു ട്രൈബിലുള്ള സെയിം കൾച്ചറും പ്രാക്ടീസും കാണലായിരിക്കില്ല വേറൊരു ട്രൈബിൽ ഉണ്ടായിരിക്കാം. സോ അവർക്ക് അവരുടെ ആ ഒരു ട്രൈബിന്റെ രീതിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. ദെൻ ലാംഗ്വേജ് ഓർ ഡയലക്ട്. അവരുടെ ഇടയിൽ അവരുടെ കിൻഷിപ്പിലുള്ള ആൾക്കാരുടെ കൂടെ അവർ ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ അവർ സംസാരിക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും. നമുക്ക് മനസ്സിലാവണമെന്നില്ല, നമ്മൾ ഈ മലയാളം സംസാരിക്കുന്ന പോലെ അവർക്ക് വേറെ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ലാംഗ്വേജ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭാഷ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ലാംഗ്വേജ് ഓർ ഡയലക്റ്റിൽ പറയുന്നത്. ദെൻ ഇഗാലിറ്റേറിയൻ ഇൻ നേച്ചർ. അവരുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡിഫറൻസോ ഒരു ഹൈറാർക്കിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും എല്ലാം ഒരുപോലെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവരുടെ ഇടയിൽ ഉള്ളത്. ദെൻ നോ ഹൈറാർക്കി. അതായത് ഈ ട്രൈബിന്റെ ഇടയിൽ കോമൺ ആയിട്ട് പറയുമ്പോൾ അവരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഹൈറാർക്കിയും ഇല്ല. ആ ഒരു അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ, ഒരു സ്ട്രക്ചർ ഒന്നും അവരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അവരുടെ ഇടയിൽ നോ ഹൈറാർക്കിയാണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ എൻഡോഗമസ് ഗ്രൂപ്പാണ്. ആ ഒരു എൻഡോഗമസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമാണ് അവർ മാരേജസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വേറെ എക്സോഗമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ട്രൈബ് ഗ്രൂപ്പിൽ നിന്നും ഒന്നും ഒരു മാരേജോ കാര്യങ്ങളൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് അവർ എൻഡോഗമസ് ഗ്രൂപ്പായിട്ട് പറയുന്നത്. സോ അവർക്ക് എപ്പോഴും അവരുടെ ഒരു കിൻഷിപ്പ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് മാത്രമുള്ള കോണ്ടാക്ട് ആണ് അവർക്ക് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ദെൻ ലാക്ക് ഓഫ് ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ. അവരുടെ ഇടയിൽ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഇപ്പോ ഒരു കൂട്ടം ആൾക്കാർ ഇത് ചെയ്യണം, മറ്റാൾക്കാർ ഇന്നത് ചെയ്യണം എന്നുള്ളൊരു സ്പെഷ്യലൈസേഷനും കാരണം അവിടെ ഇല്ല. എല്ലാവരും എല്ലാ ജോലികളും ചെയ്യും. അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും. വേറെ ഹണ്ടിങ് ചെയ്യുന്നുണ്ട്, ഗാദറിങ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചായിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ ഇടയിൽ ഒരു സ്പെഷ്യലൈസേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ദെൻ ട്രഡീഷണൽ ടെക്നോളജി ഇൻ എക്കണോമിക് പേഴ്സ്യൂട്ട്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പണ്ടത്തെ രീതി വെച്ചിട്ടാണ്. ട്രഡീഷണൽ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നത്. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ബേസ്ഡ് ഓൺ കിൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ആയിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരുടെ കിൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കോണ്ടാക്ട് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ കോമൺ ആയിട്ട് ഈ പറഞ്ഞ ട്രൈബ്സിനുള്ള കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദി അക്സെപ്റ്റഡ് ഫീച്ചേഴ്സ് ഓഫ് ദി ട്രൈബ് ഇൻ ജനറൽ. കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ട്രൈബ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. But if we analyze the individual tribe, we may not find all these. For example, the Soras of South Odisha have the hierarchy like Gomango, Mandal, Gunya, and Raita.
അതായത് നമ്മളിപ്പോ ഇൻഡിവിജ്വൽ ട്രൈബായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോ കേരളത്തിലുള്ള ഒരു അല്ലെങ്കിൽ പാലക്കാട് അട്ടപ്പാടി ഭാഗത്തുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പും അതുപോലെ തന്നെ വയനാട് നമ്മൾ കാണുന്ന ട്രൈബൽ ഗ്രൂപ്പ്, അപ്പൊ അവരുടെ ജോഗ്രഫിക്കൽ റീജിയൻ വ്യത്യാസപ്പെട്ടിരിക്കും, അവരുടെ കൾച്ചർ വേറെ ആയിരിക്കും, ലാംഗ്വേജ് വേറെ ആയിരിക്കും, എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ നമ്മൾ ട്രൈബ്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോമൺ ഫീച്ചേഴ്സ് നമുക്ക് അവരിൽ കാണാൻ പറ്റില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് സോറാസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഒഡീഷയിലുള്ള ഒരു ട്രൈബാണ്. അവരുടെ ഇടയിൽ നമുക്കൊരു ഹയറാക്കി കാണാൻ പറ്റും. ഈ ഗൊമാങ്കോ, മണ്ഡൽ, ബുനിയ, റൈറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹയറാക്കി കാണാൻ പറ്റും. അപ്പൊ അതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടും പ്യൂരിറ്റി, പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ബേസിലാണ് അവർ ആ ഒരു ഹയറാക്കി അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ എന്താ എഗെയിൻ അവർ ഒക്യുപ്പേഷന്റെ ബേസിലും ഇങ്ങനത്തെ ഒരു കാസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഇവരുടെ ഇടയിൽ കാണാൻ പറ്റുന്നതാണ് കോമൺ ആയിട്ട് പറയുന്നത്. S.C. Dubey 1990 has listed the following characteristics of the tribal group in India. S.C. Dubey എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി 1990 അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ, അദ്ദേഹം നടത്തിയുള്ള സ്റ്റഡിയുടെ ബേസിസിൽ കുറച്ച് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ട്രൈബൽസ് ആർ നോട്ട് ദി ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ബട്ട് ദി ഓൾഡസ്റ്റ് ഇൻഹാബിറ്റന്റ് ഓഫ് ദി ലാൻഡ്. അതായത് ട്രൈബൽസ് എന്ന് പറയുന്നത് എന്താ, ഒരിക്കലും ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ആയിട്ടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷൻ എന്താണ്, ഓൾഡസ്റ്റ് ഇൻഹാബിറ്റന്റ് ഓഫ് ദ ലാൻഡ്, ആ ഒരു ലാൻഡിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഹാബിറ്റന്റ്, അവിടെ ജീവിച്ചു വരുന്ന ഏറ്റവും പഴക്കേറിയിട്ടുള്ള ഒരാൾ, പണ്ട് മുതൽ അവിടെയുള്ള ആ ഒരു ലാൻഡിൽ താമസിക്കുന്ന ഒരു ആൾക്കാർ എന്നുള്ള രീതിക്കാണ് നമ്മൾ ട്രൈബൽസിനെ പറയുന്നതായിട്ട് S.C. Dubeyയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ പറയുന്നത്. ബീയിങ് ദ ഏർലിയർ സെറ്റിലേഴ്സ് ഓഫ് ദ സോയിൽ, ട്രൈബൽസ് ആർ കൺസിഡേർഡ് ആസ് ദി ഇൻഡിജിനസ് പോപ്പുലേഷൻ. പണ്ടോട്ടെ മണ്ണുമായിട്ട് സെറ്റിൽ ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ സോയിലായിട്ട് പണ്ടോട്ടെ ഇങ്ങനെ സെറ്റിൽ ആയിട്ട് നിൽക്കുന്നത്, അവര് അഗ്രികൾച്ചറും കാരണം ഹണ്ടിങ് ഗ്യാദർ അങ്ങനെയൊക്കെ അവർ ഫോറസ്റ്റ് ആയിട്ടും സോയിലായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ സെറ്റിലേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ അവരെ ഇൻഡിജിനസ് പോപ്പുലേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു ഫീച്ചർ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഇൻ ഇന്ത്യ ട്രൈബൽ പോപ്പുലേഷൻസ് ആർ കണ്ടിന്യൂയിങ് സിൻസ് സെഞ്ചുറീസ് അലോങ് വിത്ത് ദി നോൺ ട്രൈബൽസ്. നമ്മൾ കോമൺ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കിൻഷിപ്പുള്ള ആൾക്കാരായിട്ടാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ഒബ്സർവേഷനിൽ പറയുന്നത് ഇൻ ഇന്ത്യയിൽ നമ്മുടെ ഈ ട്രൈബൽ പോപ്പുലേഷൻ പണ്ടോട്ടെ അല്ലെങ്കിൽ സെഞ്ചുറീസ് തൊട്ട് നമുക്ക് ഈ നോൺ ട്രൈബൽസ് ആയിട്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ ട്രൈബൽ വെച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഓരോ എന്താ പറയാ, ഇപ്പൊ ആന്ത്രോപോളജിസ്റ്റ് ആണെങ്കിലും സോഷ്യോളജിസ്റ്റ് ആണെങ്കിലും അവരുടെ ഒബ്സർവേഷൻ വെച്ചിട്ട് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ട്രൈബൽ ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ളത്. ഇനി പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ദീസ് പോപ്പുലേഷൻസ് വർ ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ റിമോട്ട് ഏരിയാസ് ഓർ ഇൻ ഐസൊലേഷൻ. ഒറിജിനലി ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദാറ്റ് ദ വർ ദി ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. അതായത് ഈ ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ, ട്രൈബൽ പോപ്പുലേഷന് അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്, ഇങ്ങനത്തെ റിമോട്ട് ഏരിയാസിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ടിട്ടാണ് അവരവിടെ താമസിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഐസൊലേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ഒറിജിനലി നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ദാറ്റ് ദ വർ ദി ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്. ഒറിജിനലി നമ്മൾ പറയുകയാണെങ്കിൽ അവർ ഇങ്ങനെ കാട്ടിൽ മാത്രം താമസിക്കുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആയിട്ട് പറയുന്ന ആൾക്കാരല്ല. അവരെ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്, അവർ ആ ഒരു ഏരിയയിലേക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കാൻ വേണ്ടി അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് അവർ ആ ഒരു ഏരിയയിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്തത് പറയുന്നത് മിത്തോളജി സേസ് അബൌട്ട് ദർ ഹിസ്റ്ററി വിച്ച് ഇസ് നോട്ട് ബിയോണ്ട് 3 or 4 ജനറേഷൻ. ഇവരുടെ ഇതനുസരിച്ചിട്ടുണ്ട്, ഇവരുടെ ഹിസ്റ്ററി പറയുമ്പോൾ ഒരിക്കലും ഈ ഒരു 4, 5 അല്ലെങ്കിൽ 3, 4 ജനറേഷൻ മാത്രം എടുത്ത് പറയുന്നതല്ല. ഓറൽ ഹിസ്റ്ററി ഈസ് ദ സിഗ്നിഫിക്കന്റ് സോഴ്സ് ടു റീകൺസ്ട്രക്ട് ദി ഹിസ്റ്ററി ഓഫ് ദി പ്രീ ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റി. ഈ ഒരു പ്രീ ലിറ്ററേറ്റ് ഉള്ള കമ്മ്യൂണിറ്റീസിന്റെ ഹിസ്റ്ററി അവരെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി നമുക്ക് ഒന്നും കൂടെ റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏക വഴി അല്ലെങ്കിൽ ഏക സോഴ്സ് എന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററി മാത്രമാണ്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമാണെങ്കിൽ ഓറൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അവരുടെ ഈ പ്രീ ലിറ്ററേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനുള്ള ഏക വഴി എന്നാണ് അദ്ദേഹം പറയുന്നത്. Then traditional techno-economic features are the features are of the subsistence level. അവരുടെ അവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് അവര് കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോ എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ദെൻ എക്സെപ്റ്റ് സം ട്രൈബ് ഹാവിംഗ് ലീഡേഴ്സ് ആസ് റൂളേഴ്സ് ഓർ ദ ലാൻഡ് ഓണേഴ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഹൈറാക്കിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് കോമൺ ഫീച്ചേഴ്സിൽ പറഞ്ഞത്. പക്ഷെ ഇൻഡിവിജ്വലി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയല്ല കാണുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ട്രൈബിനിടയിൽ അവരുടെ ഇടയിൽ ഒരു ലീഡറോ ഒരു റൂളറോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഇടയിലുള്ള ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ സൊല്യൂഷൻ ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലീഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു ലീഡർ റൂളറായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മൂപ്പൻ, അങ്ങനത്തെ ഒക്കെ കാറ്റഗറൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചില ട്രൈബൽ ഗ്രൂപ്പിനിടയിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഗോണ്ട്, അഹോം, ചേരോസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റീസിനിടയിലൊക്കെ ഇങ്ങനത്തെ ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്.
മോസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റീസ് ആർ നോൺ ഹയറാർക്കിക് ആൻഡ് അൺഡിഫറൻഷിയേറ്റഡ്. ഇത് ചില കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ മാത്രം കാണുന്നതാണ്. പക്ഷെ മോസ്റ്റ് ആയിട്ട് നമുക്ക് കോമൺലി നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഹയറാർക്കിയോ ഒരു ഡിഫറൻഷിയേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ദെൻ the cultural attributes are distinct to the community, such as language, beliefs, world views, customs and the like. അതായത് എന്താ അവരുടെ ഒരു കൾച്ചറൽ എന്താ പറയാ ആട്രിബ്യൂട്ട് നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ എന്താ അത് ഡിഫറെന്റ് ആയിരിക്കും, അത് ഡിസ്റ്റന്റ് ആയിരിക്കും. ഓരോ ട്രൈബ് ഗ്രൂപ്പിനും ഓരോ ലാംഗ്വേജ് ആയിരിക്കും, ഓരോ ബിലീഫ്സ് ആയിരിക്കും, ഓരോ വേൾഡ് വ്യൂ ആയിരിക്കും, ഓരോ കസ്റ്റംസ് ആയിരിക്കും. അതൊക്കെ അവരുടെ ട്രൈബൽ ഗ്രൂപ്പിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും ഫീച്ചേഴ്സ് ആണ് എസ്.സി. ഡൂബെ 1990 നമുക്ക് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇത്രയും ഫീച്ചേഴ്സ് ആണ്. എസ്.സി. ഡൂബെ പോലെ തന്നെ ടി.ബി. നായിക് എന്ന് പറഞ്ഞൊരു വ്യക്തിയും എന്താണ് ഹാസ് ഡിസ്കസ്ഡ് സം ഓഫ് ദി ഫീച്ചേഴ്സ് ടു ഡിക്ലെയർ ദ കമ്മ്യൂണിറ്റി ആസ് എ ട്രൈബ്. ട്രൈബ് എന്നുള്ള ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിനെ ട്രൈബ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ചില ഫീച്ചേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ടി.ബി. നായിക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ട്രൈബ് എന്നുള്ള ഗ്രൂപ്പിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കോമൺ ഡയലക്ട് ഉണ്ടായിരിക്കും, കസ്റ്റമറി ലോസ് ഉണ്ടായിരിക്കും, ജോഗ്രഫിക്കൽ ഐസൊലേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പഞ്ചായത്ത്, ട്രഡീഷണൽ ടെക്നോളജി ഫോർ എക്കണോമിക് പെർസ്യൂട്ട്. അപ്പൊ നമുക്കറിയാം നമുക്ക് എന്താ അവർക്ക് ഒരു കോമൺ ഡയലക്ട് ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തേലും പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കസ്റ്റമറി ലോസ്, അപ്പൊ അവരുടേതായിട്ടുള്ള കസ്റ്റംസും മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ട്രൈബിൽ പെട്ട ആൾക്കാർ ഇപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട് നമ്മുടെ ഒരു കാസ്റ്റ്, ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ ചില കാസ്റ്റിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസോ അവരുടെ ബിലീഫ്സോ ആയിരിക്കില്ല മറ്റൊരു കാസ്റ്റിലുള്ള അല്ലെങ്കിൽ വേറെ റിലീജിയനിലുള്ള ആൾക്കാരോ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവരുടെ ട്രൈബിന്റെ ഇടയിലും വരുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കസ്റ്റമറി ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ജോഗ്രഫിക്കൽ ഐസൊലേഷൻ, അവർ ജോഗ്രഫിക്കലി എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കുറച്ചും കൂടെ എന്താണ് ഉള്ളിലോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പൊ അവർ ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആണ്. ദെൻ കമ്മ്യൂണിറ്റി പഞ്ചായത്ത്, അവർക്ക് അവരുടെ ഇടയിൽ എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ലീഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ മൂപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവരുടെ ഇടയിൽ എന്താണ് ഒരു കമ്മ്യൂണിറ്റി പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കിട്ടില്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇടയിലും ഒരു കമ്മ്യൂണിറ്റി പഞ്ചായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ട്രഡീഷണൽ ടെക്നോളജി ഫോർ എക്കണോമിക് പെർസ്യൂട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് എടുത്തു പറയുന്നത്. Then coming to the specific features of the tribe, we can get the matrilineal and patrilineal communities where inheritance and other descent rules are traced through the mother's line or father's line respectively. നമ്മൾ ചില അവരുടെ സ്പെസിഫിക് ഫീച്ചേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാട്രിലിനിയൽ ആയിരിക്കാം, അതായത് മദേഴ്സ് ലൈനിലുള്ള രീതിക്കായിരിക്കും അവരുടെ കസ്റ്റംസും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫാദേഴ്സ് ലൈനിലായിരിക്കും, അല്ലെങ്കിൽ പാട്രിലിനിയൽ ആയിരിക്കും. നമുക്ക് ഈ ഒരു അവരുടെ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. On the basis of social organization, physical characteristics, occupation or economy, again tribe can be defined within Indian context. നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എന്താണ് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക കാറ്റഗറൈസേഷൻ ഇപ്പൊ നമ്മൾ കാറ്റഗറി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ട്രൈബിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അവർ സോഷ്യൽ ഓർഗനൈസേഷന്റെ ബേസിൽ, അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ ബേസിൽ, അവരുടെ ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ അവരുടെ എക്കോണമിയുടെ ബേസിലൊക്കെ നമുക്ക് വീണ്ടും ഈ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പിനെ നമുക്ക് എന്താണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. So in India, the academics related to tribal studies has been nourished by anthropology. ഇന്ത്യയിൽ നമ്മുടെ ട്രൈബൽ സ്റ്റഡീസ് ആന്ത്രപ്പോളജി കാരണമാണ് അക്കാഡമിക്സ് എന്നുള്ള ആ ഒരു ഫീൽഡില് ട്രൈബൽ സ്റ്റഡീസ് കുറച്ചും കൂടെ നൗറിഷ് ആയിട്ട് വന്നിട്ടുള്ളത് ആന്ത്രപ്പോളജി കാരണമാണ്. ത്രൂ കണ്ടിന്യൂസ് അഡീഷൻ ബൈ എംപെറിക്കൽ സ്റ്റഡീസ്. അപ്പൊ എന്താ ഈ ആന്ത്രപ്പോളജിയിൽ നടത്തിയിട്ടുള്ള പല വ്യക്തികൾ നടത്തിയിട്ടുള്ള എംപെറിക്കൽ സ്റ്റഡീസിന്റെ ബേസിസിലാണ് ഈ പറഞ്ഞ എന്താ അക്കാഡമിക്സ് എന്നുള്ള ഫീൽഡില് നമ്മുടെ ഈ ട്രൈബൽ സ്റ്റഡീസ് കുറെ കൂടെ എന്താ നൗറിഷ് ആയിട്ട് വന്നിട്ടുള്ളത്. Both foreign and Indian scholars contributed to tribal studies and tried to clarify the concept of tribe. അതെന്താ നമ്മുടെ ഇന്ത്യൻ സ്കോളേഴ്സ് മാത്രമല്ല ബോത്ത് ഫോറിനും അതേപോലെ തന്നെ ഇന്ത്യൻ സ്കോളേഴ്സും എന്താണ് അവരുടെ മാക്സിമം കോൺട്രിബ്യൂഷൻസ് ഈ പറഞ്ഞ ട്രൈബൽ സ്റ്റഡീസിൽ നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ എന്താ അവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ ഈ ട്രൈ ടു ക്ലാരിഫൈ ദ കോൺസെപ്റ്റ് ഓഫ് ട്രൈബ് എന്നുള്ള കോൺസെപ്റ്റിനെ അവർ മാക്സിമം എന്താണ് അതിന്റെ ക്ലിയർ ക്ലാരിഫിക്കേഷൻ നമുക്ക് തരാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. The distribution of tribal population is more in eastern, central, western part of the country. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആ ഒരു മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ
നമ്മുടെ കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ അതിനറിയാം ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് നമ്മുടെ ട്രൈബൽസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അടുത്ത് പറയുന്നതാണെങ്കിൽ ഏറ്റവും നമുക്കറിയാം നമ്മുടെ ആ ഒരു ഈസ്റ്റേൺ പോർഷനിൽ കുറച്ചും കൂടെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ട്രൈബ്സിനെ കാണാൻ പറ്റും. സെൻട്രലിലേക്ക് വരികയാണെങ്കിലും ചില സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ വെസ്റ്റേൺ പാർട്ടിലേക്ക് പോവാണെങ്കിലും ചില സ്ഥലങ്ങൾ. അപ്പൊ നമ്മുടെ ആ ഒരു എന്താ പറയുക ഇതനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ആ ജോഗ്രഫി അനുസരിച്ച് നമ്മൾ ഈസ്റ്റേൺ, സെൻട്രൽ, വെസ്റ്റേൺ എന്ന് പറഞ്ഞ 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ട്രൈബൽസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എന്താണ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ഇനി വരാൻ പോകുന്ന യൂണിറ്റുകളൊക്കെ എന്താണ് വരുന്ന യൂണിറ്റിൽ നമ്മൾ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഏതൊക്കെയാണ് ഈസ്റ്റേൺ പോർഷനിൽ ഏതൊക്കെ ട്രൈബൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സെൻട്രലിൽ ഏതൊക്കെ വരുന്നുണ്ട്, വെസ്റ്റേണിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് പറഞ്ഞേക്കാണ് ഈ പറഞ്ഞ 3 കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു 3 പാർട്ടിലാണ് നമ്മുടെ ട്രൈബൽ പോപ്പുലേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ട്രൈബ് ആൻഡ് ഇൻഡിജിനിയസ് പീപ്പിൾ ഇൻ ഇന്ത്യ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രൈബിന് നമ്മൾ ഇൻഡിജിനസ് പോപ്പുലേഷൻ ആയിട്ട് നമ്മുടെ എസ് രൂപയുടെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിജിനസ് പോപ്പുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. സോ അപ്പോ എന്താണ് ഈ ഇൻഡിജിനസ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻഡിജിനസ് പീപ്പിൾ എന്താണ്, ട്രൈബ് എന്താണ്, ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആ ഒരു സിനോണിമസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ വെരി ഓഫൺ കൺഫ്യൂഷൻസ് അറൈസ് ബിറ്റ്വീൻ ദ ടേം tribe and the indigenous people and are taken as synonymous towards their existence, importance and characteristic features. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്രൈബ് എന്നുള്ളതും ഇൻഡിജിനസ് എന്നുള്ളതും നമ്മൾ എന്താ സിനോണിമസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ്. Then one of the important schools of socio-cultural theories-ലുള്ള ഒരു ഇമ്പോർട്ടന്റ് തിയറി ആണ് നമ്മുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. Also talk about culture centers, district areas from where culture travel to other places of human communities through migrants. അതായത് എന്താ ഡിഫ്യൂഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ ആണ്. കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പൊ എന്താ പറയാ ഒരു കൾച്ചർ, അതായത് കൾച്ചർ ട്രാവൽ ടു അതർ പ്ലേസ്, ഒരു കൾച്ചർ വേറൊരു ഹ്യൂമൻ കമ്മ്യൂണിറ്റിയിലേക്ക്, അതൊരു പ്ലേസ്, അത് ഹ്യൂമൻ കമ്മ്യൂണിറ്റി ഉള്ള ഒരു പ്ലേസിലേക്ക് നമ്മൾ വേറൊരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ കൊണ്ട് നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവാണ്. അതെന്താ ത്രൂ മൈഗ്രൻസ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെന്താ ഞാൻ വേറൊരു ഡിസ്ട്രിക്റ്റിലേക്കോ അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക സ്റ്റേറ്റിലേക്കൊക്കെ മാറി പോവാണെങ്കിൽ അവിടുത്തെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. എന്റെ കൾച്ചറും അവരുടെ കൾച്ചറും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് നമ്മുടെ കൾച്ചറായിട്ടും അവരുടെ കൾച്ചറായിട്ടും ഒത്തുപോകും. അപ്പൊ അങ്ങനെയാണ് 2 കൾച്ചർ കൂടെ ഡിഫ്യൂസ് ആയിട്ടുള്ള ഒരു കൾച്ചർ അവിടെ ഉണ്ടാവുകയാണ്. സോ ആ രീതിക്കാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കൾച്ചർ എന്താണ് കൾച്ചർ ട്രാവൽ ടു അതർ പ്ലേസസ് ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിറ്റി ത്രൂ മൈഗ്രൻസ് കൂടിയാണ് നടക്കാന്നുള്ളതാണ് അവർ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. So, thus being assumed as the original inhabitant, we cannot rule out the tribe as the owner of the early human culture from the rudimentary state. നമുക്ക് എന്താ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ എന്താ പറയാ ഒറിജിനൽ ഇൻഹാബിറ്റന്റ് ആയിട്ടൊക്കെ നമ്മൾ ട്രൈബ്സിനെ പറയാറുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവര് മുമ്പ് എന്താ പറയാ ഹ്യൂമൻ കൾച്ചറിന്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞ് ജസ്റ്റ് നമുക്ക് അവരെ റൂൾ ഔട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു കൂട്ടം ആൾക്കാരായിട്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും അവരെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇൻ ഇന്ത്യ history has many phases of change which had their impact on the land and its people, particularly the pre-colonial and post-colonial phases. എന്താ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ട് എന്താ നമ്മുടെ അത് ലാൻഡിനും ഇമ്പാക്ട് ആയിട്ടുണ്ട്, പീപ്പിൾസിനും ഇമ്പാക്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ നമുക്കത് കാണാൻ പറ്റുക പർട്ടിക്കുലർലി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പ്രീ കൊളോണിയലിലും പോസ്റ്റ് കൊളോണിയലിലും നമുക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. Thus, the indigeneity of the communities was always subject to impact, change and habit. എന്താ ഈ ഒരു ഇൻഡിജിനസിറ്റി എന്താ നമുക്ക് എപ്പോഴും എന്താ ഒരു ഇമ്പാക്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചേഞ്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മാറ്റങ്ങൾ ഇപ്പോഴും ഇതിന്റെ ഇടയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The communities of സാന്താൾ, മുണ്ടാസ്, സോറാസ്, ഗഡ്ഡി, അതുപോലെ തന്നെ ജൗൻസാർ ബാവർ ആൻഡ് മെനി ഓഫ് ദീസ് ഹാവ് മൈഗ്രേറ്റഡ് ടു അതർ പ്ലേസസ് ഫോർ വാരിയസ് റീസൺ. കുറെ കമ്മ്യൂണിറ്റീസ് ഇതുപോലെ എന്താണ് അത് അവരുടേതായ പല റീസൺ കൊണ്ട് എന്താണ് അവർ ആ നിന്നിരുന്ന പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറ്റി അല്ലെങ്കിൽ മാറി താമസിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസിന്റെ പേരാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത് സാന്താൾ, മുണ്ടാസ്, സോറാസ്, ഗഡ്ഡി, അതുപോലെ തന്നെ ജൗൻസാർ ബാവർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇതില് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എല്ലാവരും ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല, പല ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം സോറാസ് ട്രൈബ് ആർ ദ വർക്കേഴ്സ് ഓഫ് tea garden in North East state and some of them, as the family history says, even married in those areas and are continuing there. എന്താ ഈ സോറാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സൗത്ത് ഒഡീഷയിലുള്ള ഒരു കൂട്ടം ട്രൈബാണ് ഈ സോറാസ് എന്ന് പറയുന്നത്. അവര് കോമൺലി പറയുന്നത് അവര് ടീ ഗാർഡൻ, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലത്തെ ടീ ഗാർഡനിലത്തെ വർക്കേഴ്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്.
അവർ പിന്നീട് എന്താണ് അവരവിടെ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും കാര്യമൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ അവിടെയുള്ള ആൾക്കാരത്തിന് ആ ഏരിയയിൽ തന്നെ അവർ കല്യാണം കഴിച്ച് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് നമ്മൾ ഈ സോറാസിൽ നമ്മൾ പറയുന്നത്. അപ്പൊ അവർ ചിലപ്പോൾ അവർ എന്താ വേറെ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇവിടുത്തെ ഒരു വർക്കറായി അവിടെ തന്നെ അവിടുത്തെ ഒരു ആൾക്കാരായിട്ട് തന്നെ മാനേജും കാര്യങ്ങളും കഴിഞ്ഞ് അവിടെ തന്നെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ സോറാസിൽ നമ്മൾ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ റിലീജിയസ് കൺവേർഷൻ ഈസ് ഓൾസോ എ ഫാക്ടർ ഫോർ ചേഞ്ചസ് ഇൻ കൾച്ചറൽ പ്രാക്ടീസ്. ഇപ്പൊ അവര് എന്താ പറയാ വേറെ അവരുടെ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ അവരുടെ കൾച്ചറിൽ വ്യത്യാസം വരും. അപ്പൊ അവരെന്താ അവരുടെ കൾച്ചറും അപ്പൊ വേറെ ഉണ്ടായിരുന്ന കൾച്ചറും കൂടെ എന്താ യൂസ് ആയിട്ടുള്ള രീതിക്ക് മാറിപ്പോവാണ്. അതേപോലെ തന്നെ അവര് റിലീജിയൻ കൺവേഴ്സ് ചെയ്തിരുന്നവര് ഒരു റിലീജിയസ് കൺവേർഷനും എന്താണ് ഈ പറഞ്ഞ അവരുടെ കൾച്ചറൽ പ്രാക്ടീസസിൽ ചേഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു റീസൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടർ ആയിട്ട് എടുത്തു പറയാണ്. Then, however, the age-old socio-cultural platform has given the instances of the caste tribe continuum on the Indian soil. Adivasis residents from the earlier time is the usual connotation for the colonial term of tribe. അതായത് നമ്മുടെ ആദിവാസീസ് എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടോട്ടേ ഉള്ള ഏർലി ടൈം തൊട്ടുള്ള ഒരു റെസിഡൻസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. പണ്ടോട്ടുള്ള റെസിഡൻസ് ആയിട്ടാണ് നമ്മൾ ആദിവാസീസിനെ പറയുന്നത്. ഈ ഒരു ആദിവാസീസ് എന്നുള്ള ആ ഒരു ടേം നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ യൂഷ്വൽ കൊണോട്ടേഷൻ, അതായത് നമ്മുടെ കൊളോണിയൽ ടേം ആയിട്ടുള്ള ട്രൈബിന്റെ ഒരു യൂഷ്വൽ കൊണോട്ടേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ആദിവാസീസ് എന്നുള്ള ടേം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, ഇതായിരുന്നു ആ ഒരു ട്രൈബ്. അതുപോലെ തന്നെ ഇൻഡിജിനസ് ജസ്റ്റ് ഒരു എന്താ പറയാ സിമിലാരിറ്റി പോലെ പറയുന്നത്. അതിനെ കുറിച്ചുള്ള ചെറിയൊരു ഷോർട്ട് നോട്ട് ആയിരുന്നു അതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രൈബിനെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനേഷൻസും സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആന്ത്രപ്പോളജിക്കൽ ഡെഫിനേഷൻസ് ആണ്. അതിനകത്ത് പറയുന്നത് ദ ലാറ്റിൻ വേർഡ് ട്രൈബേഴ്സ് ഈസ് ദ വേർഡ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡിറൈവഡ്. നമ്മുടെ ഈ ട്രൈബ് എന്നുള്ള വേർഡ് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ട്രൈബേഴ്സ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞ നമ്മുടെ ആന്ത്രപ്പോളജിക്കൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയിൽ പറയുകയാണെങ്കിൽ ഈ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ട്രൈബേഴ്സിൽ നിന്നാണ് ട്രൈബ് എന്നുള്ള വേർഡ് മെയിൻ ആയിട്ട് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കും, ഡിസെന്റ്, അതുപോലെ കോമൺ ഡയലക്ട് ആദി. സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ആട്രിബ്യൂട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി ആസ് എ ട്രൈബ്. ഒരു ട്രൈബ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവർ ട്രൈബ് ആണെന്ന് നമ്മൾ പറയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ഒരു കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കും, കോമൺ എന്താ പറയുക ഡയലക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രൈബ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ഇനി 2 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ലൂസി മേർ എന്ന് പറഞ്ഞുള്ള വ്യക്തിയുടെയാണ്. അദ്ദേഹം പറയുന്നത് എ ട്രൈബ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഡിവിഷൻ ഓഫ് എ പോപ്പുലേഷൻ വിത്ത് എ കോമൺ കൾച്ചർ. നമ്മൾ ഇത്രയും നേരം അവരുടെ ടീച്ചേഴ്സിൽ പറഞ്ഞിട്ട് വന്നുള്ള കാര്യമാണ്. അവർക്കൊരു കോമൺ കൾച്ചർ ഉണ്ടായിരിക്കും, കോമൺ കസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവരെന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഡിവിഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്. അവർക്ക് അവരുടേതായ കൾച്ചറും ഒരു കോമൺ കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കൂട്ടമാണ് ഈ പറഞ്ഞ നമ്മുടെ ലൂസി മേറിന്റെ അഭിപ്രായത്തിലെ ട്രൈബൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. അടുത്തൊരു ഡെഫിനിഷൻ പറയുന്നത് റാൾഫ് ലിന്റൺ ആണ്. ഇദ്ദേഹം പറയാണ് in its simplest form, the tribe is a group of band occupying the contiguous territory or territories having a feeling of unity, deriving from numerous similarities in culture, frequent contact and certain a community of interest. അതെന്താ ഇതിന് സിംപ്ലസ്റ്റ് ഫോമിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ഇടയിൽ എന്താണ് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ബാൻഡ് ആണ്. ഇവരുടെ ഇടയിൽ എന്താ ഒരു കിൻഷിപ്പ് അല്ലെങ്കിൽ ഒരു രക്തബന്ധം ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും. ദെൻ ഇവരുടെ ഇടയിൽ ഒരു ഫീലിംഗ് ഓഫ് യൂണിറ്റി ഉണ്ടായിരിക്കും, കോമൺ കൾച്ചർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സെർട്ടൈൻ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്, ഇവരുടെ ഇടയിൽ കോമൺ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒരു ഫ്രീക്വന്റ് കോൺടാക്റ്റും. അതായത് അവരെ കൂടുതൽ ആരൊക്കെ ഉണ്ട് അവരുടെ ആയിട്ട് എപ്പോഴും എന്താണ് ഒരു സോഷ്യൽ നെറ്റ്വർക്കും ഫ്രീക്വന്റ് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് റാൾഫ് ലിന്റന്റെ അഭിപ്രായത്തില് ട്രൈബ് എന്നുള്ള ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ ഇവര് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ 2 ആന്ത്രപ്പോളജിക്കൽ ഡെഫിനേഷനിൽ വരുന്ന ഡെഫിനേഷൻസ് പറയുന്നത്. ഇനിയുള്ളത് സോഷ്യോളജിക്കൽ ഡെഫിനേഷൻ ആണ്. സോഷ്യോളജിയിൽ നമ്മൾ 2 ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജി, അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി. ഈ 2 ഡിക്ഷണറിയിലും എങ്ങനെയാണ് നമ്മുടെ ട്രൈബിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യം നമുക്ക് നോക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജി. അതിൽ എങ്ങനെയാണ് ട്രൈബിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നോക്കാം. സോ എ സോഷ്യൽ ഗ്രൂപ്പ് ബൗണ്ട് ടുഗദർ ബൈ കിൻ ആൻഡ് ഡ്യൂട്ടി അസോസിയേറ്റഡ് വിത്ത് പർട്ടിക്കുലർ ടെറിട്ടറി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള അതാണ് ഇവര് സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഏറ്റവും കൂടുതൽ എന്താണ് ഇവര് ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കിൻഷിപ്പ് ആയിട്ടുള്ളതാണ്. കിന്നായിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അസോസിയേറ്റഡ് വിത്ത് പർട്ടിക്കുലർ ടെറിട്ടറി. ഇവരുടെ ആ ഒരു ടെറിട്ടറി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് പറയുന്നത്. Members of the tribe share a social cohesion and are associated with the family together with the sense of political autonomy of the nation.
ഇവരുടെ എന്താ, ഇവരുടെ ഇടയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോഷ്യൽ കൊഹേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഫാമിലി എപ്പോഴും ടുഗദർ ആണ്. ഒരു സെൻസ് ഓഫ് പൊളിറ്റിക്കൽ ഓട്ടോണമി ഇവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഓഫ് സോഷ്യോളജിയിൽ നമ്മുടെ ആ ഒരു ട്രൈബിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഡെഫിനിഷൻ പറയുന്നത് അക്കോർഡിംഗ് ടു ദി ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയിൽ പറയുന്നത് ട്രൈബ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓഫ് ദ സെയിം റേസ്. ഇത്ര നമ്മൾ പറഞ്ഞു, സെയിം കസ്റ്റമായിരിക്കും, സെയിം ലാംഗ്വേജ് ഉണ്ടായിരിക്കും ഒക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു പറയാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇവർക്ക് സെയിം റേസ് ഉണ്ടായിരിക്കും, സെയിം കസ്റ്റം ഉണ്ടായിരിക്കും, സെയിം ലാംഗ്വേജ്, റിലീജിയൻ എക്സെട്ര, ലിവിംഗ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ആൻഡ് ഓഫൻ ലെഡ് ബൈ എ ചീഫ്. അപ്പൊ കോമൺ റേസും കോമൺ കസ്റ്റവും കോമൺ ലാംഗ്വേജും കോമൺ റിലീജിയനും എല്ലാം കൊണ്ട് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്താണ്, അവരൊരു പർട്ടിക്കുലർ ഏരിയയിൽ ലിവിങ് ചെയ്യുന്നു. അവരുടെ എന്താണ്, അവരെ ഓപ്പൺ ലെഡ് ബൈ ചീഫ്, അവരെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീഫോ ഒരു ലീഡറോ ഒരു റൂളറോ ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറിയുടെ അഭിപ്രായത്തിൽ ട്രൈബിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് എന്ത് നമ്മുടെ സോഷ്യോളജിക്കൽ ഡെഫിനിഷനിൽ വരുന്ന രണ്ട് ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മള് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ട്രൈബ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട് ഡീനോട്ടിഫൈഡ്, അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്ത, നോട്ടിഫൈഡ് അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരായിട്ടും നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടും പറയാറുണ്ട്. അപ്പൊ നമ്മൾ പറയാൻ ട്രൈബ്സ് ഒക്കെ പറഞ്ഞാൽ അവര് എന്താ പറയുക, ഇങ്ങനെ പണ്ടോട്ടെ ഇങ്ങനെ നൊമാഡിക് ആണ് അങ്ങനെയൊക്കെ നമ്മൾ പറയപ്പെടാറുണ്ട്. അപ്പൊ നൊമാഡിക് ആയിട്ടും സെമി നൊമാഡിക് ട്രൈബ്സ് ആയിട്ട് നമ്മൾ ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോ അതാണ് അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്, അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നതും ഡീനോട്ടിഫൈഡ്, നൊമാഡിക് ആൻഡ് സെമി നൊമാഡിക് ട്രൈബ്സുകളാണ്. അപ്പോൾ some of the tribal communities in India were listed as ex-criminal tribes under the British government's Criminal Tribes Act 1871. 1871 ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രിമിനൽ ട്രൈബ്സ് ആക്ട് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ക്രിമിനൽ ട്രൈബ്സ് ആക്ട് എന്നുള്ള ആക്ട് 1871 അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ലിസ്റ്റ് പ്രകാരം കുറച്ച് കമ്മ്യൂണിറ്റീസിന് അവര് എക്സ് ക്രിമിനൽ ട്രൈബ്സ് ആയിട്ട് അവർ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏർലിയർ ദീസ് വേർ നോൺ ആസ് ക്രിമിനൽ ട്രൈബ്സ് ബട്ട് ഡീനോട്ടിഫൈഡ് ലേറ്റർ. പണ്ട് ആദ്യം എന്താ ഇതിനെ നമ്മുടെ ക്രിമിനൽ ട്രൈബ്സ്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ട്രൈബ്സ് എന്നുള്ള രീതിക്കായിരുന്നു ഇവരെ പണ്ട് വിശേഷിപ്പിച്ചിരുന്നത്. പിന്നീട് അവരെ നമ്മൾ വിളിച്ച പേരാണ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ഉള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഏതാ ക്രിമിനൽ ട്രൈബ്സ് ഉള്ള കാറ്റഗറിയിലാണ് പിന്നീട് നമ്മൾ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്നുള്ള ഡീനോട്ടിഫൈഡ് നമ്മൾ പിന്നീട് എന്താ പറയാ പേര് മാറ്റിയിട്ടുള്ളത്. ദെൻ ദ ട്രൈബ്സ് ലൈക്ക് ലോദാസ്, കൊറവാസ്, യർക്കുല, യണ്ടി, സുഖലി, മീന, അതുപോലെ എന്താ ബേഡ്കുട്ട്, ലംബടി ആർ സം ഓഫ് ദം. ഇങ്ങനത്തെ കുറച്ച് കാറ്റഗറീസ് ആയിരുന്നു എന്ത് ഈ നമ്മുടെ ക്രിമിനൽ ട്രൈബ്സിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള കുറച്ച് ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The National Commission for the Denotified, Nomadic and Semi-Nomadic Tribes 2008, also known as Balakrishna Renke Commission, has estimated about 100 communities constituting around 10% of our country's population belonging to denotified, nomadic and semi-nomadic population. നമ്മുടെ ഒരു നാഷണൽ കമ്മീഷൻ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ ഡീനോട്ടിഫൈഡിന് വേണ്ടിയിട്ടും നൊമാഡിക്കിനും സെമി നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സിന് വേണ്ടിയിട്ട് 2008 അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബാലകൃഷ്ണ റെങ്കെ കമ്മീഷൻ എന്ന് പറയുന്നത് 2008. അപ്പോ ഇവരുടെ എന്താ ഇതൊരു കണക്ക് പ്രകാരം ഏകദേശം എന്താണ് ഒരു 100 കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ 10% നമ്മുടെ കൺട്രിയിലെ പോപ്പുലേഷനിലെ 10% എന്ന് പറയുന്നത് ഏതാണ്, അവര് ഈ പറഞ്ഞ ഡീനോട്ടിഫൈഡ് ആയിട്ടുള്ള നൊമാഡിക് ആയിട്ടുള്ള സെമി നൊമാഡിക് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ അത്തരം കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അത്തരം ട്രൈബൽ ഗ്രൂപ്പ് ആണെന്നാണ് ഈ നമ്മുടെ കണക്ക് പ്രകാരം അവർ പറയുന്നത്. സോ വിത്ത് എ ബിഗിനിങ് ഓഫ് 1871 ആക്ട് revised again 1911, the entire effort was on the basis of a theory that contained populations are the criminal by birth, occupation or caste, which started revolting against the colonial rulers in India. അതായത് നമ്മുടെ ഈ പറഞ്ഞ 1871 അവർ ആക്ട് എന്ത് ചെയ്തു, 1911 ഇവര് റിവൈസ് ഒക്കെ ചെയ്തു. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്, ഇവരുടെ ഒരു ഇതനുസരിച്ചിട്ട് ക്രിമിനൽസ് എങ്ങനെയാണ് ബർത്തിന്റെ ബേസിൽ പറയാറുണ്ട്, ഓക്യുപ്പേഷന്റെ ബേസിൽ, കാസ്റ്റിന്റെ ബേസിലൊക്കെ ഇവര് ക്രിമിനൽസിനെ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. Finally, on the recommendations of Iyengar committee, these communities were declared as denotified community. ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസിന് എന്താണ് പിന്നീട് ഈ അയ്യങ്കാർ കമ്മ്യൂണിറ്റീസിന്റെയും കൂടെ റെക്കമെൻഡേഷൻ പ്രകാരം എന്താണ് അവർ നമ്മൾ എന്താ ഡീനോട്ടിഫൈഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. However, these communities are with varieties of cultural practice and occupational incentive around their ecosystem. ഇവർക്ക് എന്താണ്, ഇവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് കൾച്ചറൽ പ്രാക്ടീസും ഒക്യുപ്പേഷണൽ ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. Then, according to P.K. Bhaumik, denotified tribes can be classified into. അപ്പം ഡീനോട്ടിഫൈഡ് ട്രൈബ്സിനെ B.K. Bhaumik എന്നുള്ള വ്യക്തി എന്താണ് കുറച്ച് കാറ്റഗറൈസേഷൻ ചെയ്തേക്കണം. അതായത് അവരെങ്ങനെയാണ് ഏതൊക്കെ ടൈപ്പിൽ പെട്ട ആൾക്കാരെ ആയിരുന്നു നമ്മൾ എന്താ പറയാ ഈ പറഞ്ഞ ഡീനോട്ടിഫൈഡ് ആയിട്ട് നമ്മൾ അവര് കൺസിഡർ ചെയ്തിരുന്നേ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പൊ ആദ്യം പറയുന്നത് നൊമാഡിക് ഗ്രൂപ്പ് ഹു ഹാവ് ടേക്കൻ ടു ക്രിമിനൽ ലൈഫ്. അതായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത് നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രൈബ്സ് എന്താണ് അവർ ക്രിമിനൽ ലൈഫ് സ്വീകരിക്കുക. അത് അങ്ങനത്തെ ക്രിമിനൽ ലൈഫിലേക്ക് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. സോ അവരെ നമ്മൾ എങ്ങനെയാണ് ഈ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ആയിട്ടാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പറയുന്നത് ഫൈറ്റിംഗ് മെൻ ആൻഡ് സോൾജിയേഴ്സ് who have lost their job and have turned into criminals. എന്താ ഈ പറയുമ്പോൾ നമ്മുടെ സോൾജിയേഴ്സ്, ഫൈറ്റിംഗ് മെൻസ് ഒക്കെ എന്താണ് അവരുടെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവർ ക്രിമിനൽ ലൈഫിലേക്ക് വന്നിരുന്നു. അവരെ നമ്മൾ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ആയിട്ടാണ് കാറ്റഗറി ചെയ്തിരുന്നത്. അപ്പം പല സാഹചര്യങ്ങൾ കൊണ്ടും എന്താണ് അവർ ചെയ്തിരുന്ന ജോലി നഷ്ടപ്പെടുക എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അവര് എവിടെ നിന്നാണ് ക്രിമിനൽസ് ആയിട്ട് മാറുമ്പോൾ അവരെ നമ്മൾ ഈ ഡീനോട്ടിഫൈഡ് കാറ്റഗറിയിലേക്കാണ് ഇട്ടിരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസ് ഹു യൂസ്ഡ് വർക്ക് ആസ് ദ വില്ലേജ് വാച്ച്മാൻ ആൻഡ് പോലീസ് ബട്ട് ഹാവ് ടേക്കൻ ടു ക്രിമിനൽ ലൈഫ്. അതായത് വില്ലേജസില് വാച്ച്മാൻ ആയിട്ടും പോലീസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ എന്താണ് അവർ പിന്നീട് ക്രിമിനൽ ലൈഫിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ അവരെ നമ്മൾ ഡീനോട്ടിഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ വൈൽഡ് ട്രൈബ്സ് ഇൻ ഡിസ്ട്രസ് ഹു ടുക്ക് ടു ക്രിമിനൽ ലിവിംഗ് ആസ് എ വേ ഔട്ട് ഓഫ് ദ പ്ലൈറ്റ് ദേ ഹാഡ് ഫോളൻ. അതായത് അവരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നൊക്കെ എന്താണ് അതൊക്കെ മാറാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഇങ്ങനത്തെ ക്രിമിനൽ ലൈഫ് അവർ സ്വീകരിക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അങ്ങനത്തെ ട്രൈബ്സും ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഡീനോട്ടിഫൈഡ് കാറ്റഗറിയിലേക്കാണ് ഇടാറ്. ഇതായിരുന്നു ആ ഒരു പി കെ ഭൗമിക് എന്ന അദ്ദേഹത്തിന്റെ എന്താ പറയുക ആ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് ഈ ഡീനോട്ടിഫൈഡിന്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. Then these communities practice variety of occupation and are remarkably diverse within the group. ഇവരെന്താണ് പല പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പല ഇതിനുള്ളിലുള്ളത്. ഇപ്പൊ ഓരോ ട്രൈബ് നോക്കുകയാണെങ്കിലും ഓരോ ട്രൈബൽ ഗ്രൂപ്പും എന്താണ് പല ജോലി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹണ്ടിങ്, ഗ്യാതറിംഗ്, പാസ്റ്ററലിസം, മെറ്റൽ വർക്കേഴ്സ് ചെയ്യുന്നവരുണ്ട്, ബാസ്കറ്റ് മേക്കേഴ്സ് ഉണ്ട്, റെസ്ലേഴ്സ് ഉണ്ട്, സ്നേക് ചാമേഴ്സ് ഉണ്ട്, മങ്കി ട്രെയിനേഴ്സ് ഉണ്ട്, ആസ്ട്രോളജേഴ്സ്, ബാഡ്സ്, അതുപോലെ ആർട്ടീഷ്യൻസ് ആൻഡ് ഹെർബലിസ്റ്റ്. ഇത്രയും ആൾക്കാർ നമുക്ക് എന്താ ഇത്രയും ജോലികൾ ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പുകളെയും അങ്ങനത്തെ കമ്മ്യൂണിറ്റീസിന് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പുകൾ എന്താണ് ഇത്തരത്തിലുള്ള പല പല ഒക്യുപ്പേഷൻസ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അക്കോർഡിംഗ് ടു റെങ്കെ കമ്മീഷൻ there are 1,500 nomadic and semi-nomadic communities in India along with the 150 to 198 denotified community. എന്താ ഇവര് പറയാണ് ഈ റെങ്കെ കമ്മീഷന്റെ അഭിപ്രായത്തിൽ ആ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് നമ്മുടെ 1500 നൊമാഡിക് ആൻഡ് സെമി നൊമാഡിക് കമ്മ്യൂണിറ്റി ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഉള്ളിൽ എന്താണ് അവരുടെ ഇപ്പൊ 150 മുതൽ 198 വരെ എന്താണ് ഡീനോട്ടിഫൈഡ് കമ്മ്യൂണിറ്റീസ് ആണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. Then the kind of stigma the members of this group were suffering could be lessened due to the suggestions by the backward classes. പിന്നെ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സജഷൻസ് ആയത് ഇവർ അനുഭവിക്കുന്ന സ്റ്റിഗ്മ കാര്യങ്ങളൊക്കെ ഇവരെ അതിൽ നിന്നൊക്കെ ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മീഷനും കാര്യങ്ങളൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കമ്മീഷൻ കുറച്ച് സജഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ സജഷൻ വഴി എന്താണ് ഇത്തരത്തിലുള്ള സജഷൻ അതൊക്കെ നടപ്പിലാക്കുകയാണെങ്കിൽ എന്താണ് അവർ കുറച്ചും കൂടെ അവർക്ക് പ്രോപ്പർ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ അവർ ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് ഡീനോട്ടിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് അവരെ കുറച്ചും കൂടെ നമുക്ക് അപ്ഹോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എന്താണ് ഈ ഒരു സജഷൻ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ സിഗ്നിഫിക്കന്റ് സജഷൻസ് ഫോർ ക്രിമിനൽ ട്രൈബ് ടു ബി കോൾഡ് ആസ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ്. ഇതിൽ പറയുകയാണെന്ത് നമ്മുടെ ക്രിമിനൽ ട്രൈബ്സിനൊക്കെ ഇവർ വിളിച്ചിരുന്നത് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ആയിട്ടാണ് വിളിച്ചിരുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്റ്റിങ് സോഷ്യൽ ഫീച്ചേഴ്സ് ദീസ് ട്രൈബ് കുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഷെഡ്യൂൾഡ് ട്രൈബ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ്. അവരുടെ ഒക്കെ സോഷ്യൽ ഫീച്ചർ അവർക്കൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫീച്ചേഴ്സിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരങ്ങനെ ആ ഓരോ കാറ്റഗറിയിലും അതിലേക്ക് അവരെ ട്രൈബിനനുസരിച്ച് മാറ്റാറുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ടു ബി പ്രോപ്പർ ടു ഹെൽപ് ദർ ഇന്റഗ്രേഷൻ ഇൻ ദി ഇന്ത്യൻ നേഷൻ. കുറച്ചും കൂടെ അവർക്ക് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ എന്താണ് അത് അവർ നമ്മുടെ ഇന്ത്യൻ നേഷനിൽ അവരുടെ കുറച്ചും കൂടെ ഇന്റഗ്രേഷൻ നമുക്ക് അവരിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. റിഫോം ആക്ടിവിറ്റീസ് ടു ഹെൽപ് ദ കമ്മ്യൂണിറ്റി. കുറച്ചും കൂടെ റിഫോം ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എന്താ റിഫോംസ് അതിപ്പോ ആക്ട് ആയിരിക്കാം എന്തെങ്കിലും ലോസും കാര്യങ്ങളും കൊണ്ടുവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കമ്മ്യൂണിറ്റീസിന് എന്താണ് നല്ല രീതിക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. കളക്റ്റീവ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ടു ഡീൽ വിത്ത്. എന്താ ഇപ്പൊ കളക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതും എന്താണ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണം എന്നുള്ള രീതിക്ക് അവര് പറയാണ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ ടു ബി എൻഷുർഡ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും ഒരു എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് അവിടെയുള്ള കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്.
എക്കണോമിക് റീഹാബിലിറ്റേഷൻ ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. എന്താ കുറച്ചും കൂടെ അവരെ എക്കണോമിക്കലി അവരെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു കുറച്ച് ഈ സജഷനിൽ പറയുന്നത്. ഇതാണെന്നും നമ്മുടെ ആ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു കമ്മീഷന്റെ ബേസിലുള്ള കുറച്ച് സജഷൻ ആയിട്ട് എടുത്തു പറയുന്നത്. Thus, the Act and the subsequent Commission recommendation helped the denotified communities to elevate their status in the social sphere. അപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഈ കമ്മീഷന്റെ ഒക്കെ അവർ കൊണ്ടുവന്നുള്ള ആക്ടും അവർ കൊണ്ടുവന്നുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ നമ്മുടെ ഈ ഡീനോട്ടിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് കുറച്ചും കൂടി അവരുടെ സ്റ്റാറ്റസ് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ സ്ഫിയറിൽ അവരുടെ സ്റ്റാറ്റസ് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. It also helped them to get necessary reforms and rehabilitation to enable them for national integration and socio-economic incentive through educational facilities and employment avenues. അത് മാത്രമല്ല ഇപ്പൊ ഇവർ കൊണ്ടുവന്നിട്ടുള്ള റിഫോംസും റീഹാബിലിറ്റേഷനും ഒക്കെ ഇവർ കുറച്ചും കൂടെ നാഷണൽ ആയിട്ട് ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യാനും ഇവരെ സോഷ്യോ എക്കണോമിക് ഇവർക്ക് ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ സോഷ്യലി എക്കണോമിക്കലി ഇവർക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ആക്ടും അല്ലെങ്കിൽ നമ്മുടെ കമ്മീഷൻ റെക്കമെൻഡേഷനും കൊണ്ടൊക്കെ സാധിച്ചു എന്നാണ് പറയുന്നത്. നൊമാഡിക് ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ ഡീനോട്ടിഫൈഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് ഒരു കാറ്റഗറിയും കൂടി ഉണ്ട് നമുക്ക് നൊമാഡിക്. നൊമാഡിക് നമുക്കറിയാം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി നടന്ന് പോകുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ മാറി മാറി താമസിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ നൊമാഡിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നൊമാഡിക് ഗ്രൂപ്പ്സ് ആർ ദി കമ്മ്യൂണിറ്റീസ് ഹു ഹാവ് നോ പെർമനന്റ് ഹാബിറ്റേഷൻ. അവർക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലം അവർക്കില്ല. അതാണ് നമ്മളെ നൊമാഡിക് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മൾ ഇങ്ങനെ വേട്ടയായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നുള്ള രീതിക്കാണ് നമ്മൾ നൊമാഡിക് ഗ്രൂപ്പ്സിനെ പറയുന്നത്. So they move from place to place for their livelihood as herders, hunters, pastorals and other specialized occupation as smith or snake charmers. അപ്പൊ ഇവരുടെ ഓരോ ജോലികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവരുടെ ജോലിയുടെ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഹണ്ടേഴ്സ് ആയിരിക്കാം, അപ്പൊ ഹെർഡേഴ്സ് ആയിരിക്കാം, പാസ്റ്ററൽസ് ആയിരിക്കാം. അതുപോലെ തന്നെ ചില സ്പെഷ്യലൈസ്ഡ് ഒക്യുപ്പേഷൻ ചെയ്യുന്ന സ്മിത്ത് ആയിരിക്കാം, സ്നേക്ക് ചാമേഴ്സ് ആയിരിക്കാം. ഇവർക്ക് ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. വേറെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവരെ നൊമാഡിക് ആയിട്ട് നമ്മൾ പറയുന്നത്. So there are no clear distinctions between the denotified and nomadic tribes, culture and occupation. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഒരു ക്ലിയർ ആയിട്ട് ഡിസ്റ്റിങ്ഷൻ ഒന്നും നമുക്ക് ഡീനോട്ടിഫൈഡ് നൊമാഡിക്കും അവരുടെ കൾച്ചറൽ ഒക്യുപ്പേഷൻ ഒന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷനോ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. വെരി ഓപ്പൺ ദീസ് ആർ നോട്ട് ഡിഫറെന്റ് ബട്ട് സിമിലർ ഗ്രൂപ്പ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇവരൊരു സിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഈ ഡീനോട്ടിഫൈഡിനെയും നൊമാഡിക്കിനെയും നമ്മൾ പറയുന്നത്. The nomads are known for their cultural richness, special cultural identity and diversity. ഈ നൊമാഡിക്സ് എന്ന് പറയുന്നത് നമ്മൾ അവരെ കൂടുതലും അവരറിയപ്പെടുന്നതാണ് അവരുടെ ഒരു കൾച്ചറൽ റിച്ച്നെസ്സും അവരുടെ സ്പെഷ്യൽ കൾച്ചറൽ ഐഡന്റിറ്റിയും ഡൈവേഴ്സിറ്റിയും കൊണ്ടാണ് നമ്മൾ കൂടുതൽ അവരെ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. Then the globalization and modernization have greatly influenced them socially, culturally as well as economically. ഈ ട്രൈബൽ ഗ്രൂപ്പിനെ നമ്മുടെ ഈ ഗ്ലോബലൈസേഷനും മോഡേണൈസേഷനും പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കാരണം അവരെ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് സോഷ്യലി ആവാം, കൾച്ചറലി ആവാം, എക്കണോമിക്കലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. Then these communities are trying to preserve their cultural integrity by organizing festival in order to remember and keep alive their history and traditions. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അവരുടെ കൾച്ചറിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫെസ്റ്റിവൽസ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടും അത് കുറച്ചും കൂടെ അവരുടെ ഹിസ്റ്ററിയിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്ന പോലെ കീപ് അലൈവ് ദർ ഹിസ്റ്ററി ഉണ്ടാവാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഹിസ്റ്ററിയിലും ട്രഡീഷനിലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലുള്ള ഇങ്ങനത്തെ കസ്റ്റംസും അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് ഒക്കെ അവർ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഓർക്കാൻ വേണ്ടിയിട്ടുമാണ്. അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ഇന്റഗ്രിറ്റി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവരങ്ങനെ ചെയ്തിരുന്നത്. Then most of the communities follow traditional system of moving in group of 5 to 20 with a senior member who is responsible for settling dispute leading each group. അപ്പൊ മോസ്റ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ട്രഡീഷണൽ സിസ്റ്റം ഓഫ് ഗ്രൂപ്പ് ആയിരിക്കും കാണാൻ പറ്റുക. പണ്ടത്തെ രീതിക്കുള്ള ഗ്രൂപ്പാണ് നമുക്ക് ട്രൈബൽ ഗ്രൂപ്പിൽ കൂടുതലും കാണാൻ പറ്റുക. മോസ്റ്റ് പ്രോബബിൾ നമുക്കൊരു 5 to 20 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഒരു സീനിയർ മെമ്പർ ഉണ്ടായിരിക്കും. അവർക്ക് ആളായിരിക്കും അവരുടെ ഇടയിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുന്ന അവരെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളായിരിക്കും നമ്മുടെ സീനിയർ മെമ്പർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്മ്യൂണിറ്റീസിലും ട്രൈബൽ കമ്മ്യൂണിറ്റീസിലും നമുക്ക് ഈ ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുക. Then each of these subgroup traveled independently on different route in order to earn their livelihood. ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ കൂടുതലായിട്ടും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും.
നൊമാഡിക്സ് നമുക്കറിയാം എന്താ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവർ ഇൻഡിപെൻഡന്റ്ലി ട്രാവൽ ചെയ്യുന്നത് എന്താ പല പല റൂട്ടിലേക്ക് ഇവർ ട്രാവൽ ചെയ്യും. ഇവരുടെ അത് എന്തിനാ ടു ഏൺ ദർ ലിവ്ലിഹുഡ്, അവർക്ക് അവരുടെ ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. സോ ഇൻ സം കമ്മ്യൂണിറ്റീസ് ദർ ഇസ് എ സിസ്റ്റം ഓഫ് മീറ്റിംഗ് ഓൺ ആനുവൽ കസ്റ്റമറി ക്യാമ്പിംഗ് where reunions, marriages or even cattle training take place. അതെന്ന് വെച്ചാൽ ഇവര് ചില കമ്മ്യൂണിറ്റീസിനിടയിൽ ഇവരൊരു ആനുവൽ മീറ്റിംഗ് പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതൊന്നെങ്കിൽ കസ്റ്റമറി ക്യാമ്പിംഗ് ആയിരിക്കാം, റീയൂണിയൻസ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവൻ കാറ്റിൽ ട്രേഡിംഗ് വരെ നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ഇവരുടെ ഇടയിലുള്ള ആൾക്കാർ തമ്മിലും കമ്മ്യൂണിറ്റീസിനിടെ ആൾക്കാർ തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടാവുക, ഒരു സിസ്റ്റം ഓഫ് മീറ്റിംഗ് നടത്താണ്. Then the nomadic way of life revolved around socio-economic necessity, ranging from making tools and utensils, supplying the basic goods, providing medicines and herbs to entertaining people. ഈ നൊമാഡിക് വേയിൽ എന്ന് പറയുമ്പോൾ എന്താ ഇവരുടെ ആ ഒരു സോഷ്യോ എക്കണോമിക് നെസസിറ്റി ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പൊ അത് പറയുമ്പോൾ എന്താ അവർ ടൂൾസ് ഉണ്ടാക്കുന്നു, യൂട്ടൻസിൽസ്, അതുപോലെ തന്നെ എന്താ ബേസിക് ആയിട്ടുള്ള ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നു. ഇതൊക്കെ എന്താണ്, അതുപോലെ തന്നെ ഹെർബ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ആൾക്കാർ, അതായത് ടു എന്റർടൈനിങ് പീപ്പിൾസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു പോകുന്നത്. അപ്പൊ ഇവരിങ്ങനെ നൊമാഡിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഇവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന രീതിക്കാണ് നൊമാഡിക് എന്ന് നമ്മൾ പറയുന്നത്. So these nomadic communities were an integral part of society and its economic processes around the middle of the 19th century. ഒരു നമ്മുടെ 19th സെഞ്ചുറിയുടെ മിഡിൽ വരെയും എന്താണ് നമ്മുടെ ഈ നൊമാഡിക് കമ്മ്യൂണിറ്റീസ് നമ്മുടെ സൊസൈറ്റിയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറിയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ്. ഇവര് എപ്പോഴും എന്താണ് ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, നൊമാഡിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഡിപെൻഡന്റ്ലി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. Then with their skill and ability to travel for long distances with their kin, they provided essential goods and services to sedentary agrarian community. ഇവരുടെ ഒരു സ്കിൽ ആയത് ഇവർക്ക് എന്താ എത്ര ലോങ് വേണമെങ്കിലും എത്ര ലോങ് ഡിസ്റ്റൻസ് വേണമെങ്കിലും ഇവരുടെ കിൻഷിപ്പുള്ള ആൾക്കാരുമായിട്ട് കിന്നുമായിട്ട് എന്താണ് ട്രാവൽ ചെയ്യും. അപ്പൊ ആ ഒരു സ്കില്ലും എബിലിറ്റിയും എന്താണ് ഇതിനെ പ്രൊവൈഡഡ് എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സെഡൻഡറി അഗ്രേറിയൻ കമ്മ്യൂണിറ്റി. ഇവരെന്താണ് ആ ഒരു സെഡൻഡറി അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസിന് എന്താണ് ഇവര് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സും സർവീസസും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യാറാണെന്നാണ് പറയുന്നത്. ദെൻ ഈ പറഞ്ഞ സെഡൻഡറിയും നൊമാഡിക് വേ ഓഫ് ലൈഫ് എന്താണ് കോ എക്സിസ്റ്റഡ് ടുഗദർ ആണ് ഇൻ ദ സൊസൈറ്റി സിൻസ് ആൻഷ്യൻ ടൈംസ്. ആൻഷ്യൻ ടൈം മുതൽ എന്താണ് ഇവർ തമ്മിലൊരു കണക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ സെഡൻഡറി ലൈഫുള്ള ആൾക്കാരും അതേപോലെ തന്നെ നൊമാഡിക് വേ ഓഫ് ആൾക്കാരും കോ എക്സിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇടയിൽ നൊമാഡിക് ലൈഫ് എന്താ നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല, അൺഅക്സെപ്റ്റബിൾ ഇൻ സൊസൈറ്റി ആൻഡ് ഇവൻ സെഡൻഡറി പോർട്ട് ഓഫ് സൊസൈറ്റി പ്രാക്ടീസ് ആൻഡ് നൊമാഡിസം ഓൺ സെർട്ടൻ ഒക്കേഷൻ. ഈ സെഡൻഡറി ആൾക്കാർ എന്താണ് അല്ലെങ്കിൽ സെഡൻഡറി അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസും എന്താണ് ചില സമയങ്ങളിൽ നൊമാഡിസം പ്രാക്ടീസ് ചെയ്തിരുന്നു, ചില ഒക്കേഷൻസിൽ അവരും നൊമാഡിസം പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ നൊമാഡിക് വേ ഓഫ് ലൈഫ് എന്താണ് നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ലെന്നാണ് പറയുന്നത്. Then during the colonial period, the sedentary lifestyle became more acceptable and nomadic communities started facing dishonor and stigma. നമ്മൾ എന്താ ആ ഒരു കൊളോണിയൽ പീരീഡ് ആയി കഴിഞ്ഞപ്പോഴേക്കും സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ അവർ അക്സെപ്റ്റ് ചെയ്യാനും തുടങ്ങി. അതേപോലെ തന്നെ എന്താ നൊമാഡിക് കമ്മ്യൂണിറ്റീസിന് അവരെന്താണ് കുറച്ചും കൂടെ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തത് എന്താണ് ഡിസോണറും അതേപോലെ തന്നെ സ്റ്റിഗ്മയും ആയിരുന്നു അവർ കൂടുതലായിട്ട് ഫേസ് ചെയ്തിരുന്നത്. അപ്പൊ നൊമാഡിക് വേ ഓഫ് ലൈഫ് നമ്മളിവിടെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കൊളോണിയൽ പീരീഡ് ആണെങ്കിലും അതിന് മുമ്പാണെങ്കിലും എന്താണ് അത് കൂടുതലും അവിടെ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വേ ഓഫ് ലൈഫ് ആയിരുന്നു നൊമാഡിക്കിന്റെ എന്ന് പറയുന്നത്. ഇതായിരുന്നു എന്ത് നമ്മൾ ആ ഒരു ഡി നോട്ടിഫൈഡ് അതേപോലെ തന്നെ എന്താ നൊമാഡിക് സെമി നൊമാഡിക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് PVTGS എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ദീസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആർ ഫേസിങ് സർട്ടൈൻ പ്രോബ്ലംസ് ആൻഡ് ആർ ഇൻ ട്രബിൾ. ഇതിലെന്താ നമുക്കറിയാം ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതേ അവർ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് എന്താ പറയുക ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ നമ്മൾ പറഞ്ഞു ഡിസോണറും സ്റ്റിഗ്മയും ആരാണ് ഫേസ് ചെയ്യുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ എന്താ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെ ഇടയിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. ദെൻ ഇവരെന്താ എൻറ്റയർ പോപ്പുലേഷൻ ഈസ് സഫറിംഗ് ആൻഡ് ആർ അറ്റ് ദി വേർഡ്ജ് ഓഫ് എക്സ്റ്റെൻഷൻ. എന്താ ഇവരുടെ ആ ഒരു ഇവര് എന്താ സഫർ ചെയ്യുന്നത് പറയുമ്പോൾ ഒരു അത്രയും എക്സ്റ്റെൻഷൻ വരെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത്രയും അതിന്റെ ഒരു എന്താ പറയാ അപ്പർ ലെവൽ വരെ ഇവർ സഫർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. Earlier known as the primitive tribal group, these groups are characterized as particularly vulnerable tribal group. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പിനെയാണ് നമ്മളിപ്പോ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് അതായത് PVTGS എന്നുള്ള കാറ്റഗറി ആയിട്ട് നമ്മൾ പറയുന്നത്. Then on the basis of vulnerability, the criteria of identifying these groups stated by Ministry of Home Affairs in 1979, the important features are. അതായത് എന്താ നമ്മുടെ അവരുടെ വൾണറബിലിറ്റി അനുസരിച്ചിട്ട് അവരുടെ ചില ക്രൈറ്റീരിയസ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഇൻ 1979 ഈ പറഞ്ഞ
നമ്മുടെ ഏതാ ഈ പറഞ്ഞ PVT-GS എന്നുള്ള കാറ്റഗറിയുടെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ സാധാ ട്രൈബ്സിനെ പോലെ തന്നെയാണ് പ്രീ അഗ്രികൾച്ചറൽ ലെവൽ ഓഫ് ടെക്നോളജി ആൻഡ് എക്കോണമി ആണ്. അതായത് നമ്മുടെ ആ ഒരു അഗ്രികൾച്ചറിന് തൊട്ട് മുമ്പത്തെ പ്രീ അഗ്രികൾച്ചറൽ ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ടെക്നോളജിയും അവിടുത്തെ എക്കോണമിക്ക് ആയിരുന്നു ഇവരുടെ ഇടയിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. ഡിക്ലൈനിങ് പോപ്പുലേഷൻ, ലോ റേറ്റ് ഓഫ് ലിറ്ററസി ആണ് സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് എക്കോണമി, ജീവിതമാർഗത്തിന് വേണ്ട മാത്രം ആ രീതിക്കുള്ള ഒരു ലെവൽ ഓഫ് എക്കോണമിയാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ട് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പറയുന്നത്. Among more than 705 tribal group, there are 75 of 18 state and union territory of Andaman and Nicobar Islands. അതായത് നമ്മുടെ ഇടയിൽ നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 705 ട്രൈബൽ ഗ്രൂപ്പിന്റെ ഇടയിൽ അതായത് 75 there are 75 of 18 സ്റ്റേറ്റ്, അതായത് നമ്മുടെ 18 സ്റ്റേറ്റിലും യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും കൂടിയിട്ട് എന്താണ് നമ്മുടെ ഇടയിൽ ഏകദേശം 75 ട്രൈബൽ ഗ്രൂപ്പുകളുടെ ഇടയിൽ ഉണ്ടെന്നായിട്ടാണ് പറയുന്നത്. ഈ ഒരു കാറ്റഗറി ആയിട്ട് നമ്മുടെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആയിട്ട് നമുക്ക് ഏകദേശം എന്താണ് ഒരു 75 ഗ്രൂപ്പിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. Then, according to a statistical profile of scheduled tribes in India, published by Ministry of Tribal Affairs, a PVTG population was 27.68 lakh of 71 community. 71 കമ്മ്യൂണിറ്റീസിലായിട്ട് നമുക്ക് എന്താ 27.68 ലാക്ക് ആണ് നമ്മുടെ ഈ പോപ്പുലേഷൻ PVTG പോപ്പുലേഷൻ ആയിട്ട് ആര് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ഇന്ത്യ, അതായത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കണക്ക് പ്രകാരം പറയുന്നത് അങ്ങനെയാണ്. മോസ്റ്റ് ഓഫ് ദി PVTG live in മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട്. അപ്പൊ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിന് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് കാണുന്നത് എവിടേക്കാ കോമൺ ആയിട്ട് അല്ലെങ്കിൽ അവര് മോസ്റ്റ് ഓഫ് ദ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പറയുന്നത് മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒഡീഷ, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടാണ് ഇവർ ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ കാറ്റഗറീസിനെ കാണാൻ പറ്റും. അപ്പം however the Maria Gond of Maharashtra and Sora of Odisha are the having comparatively larger population among all PVTG. എന്നാ ഈ പറഞ്ഞ മരിയ ഗോണ്ട് ഓഫ് മഹാരാഷ്ട്ര എന്നുള്ളതും സോറാസ് ഓഫ് ഒഡീഷ ആണ് എന്ത് നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിലെ ലാർജ് പോപ്പുലേഷൻ ആയിട്ട് നമുക്ക് കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ലാർജർ പോപ്പുലേഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ രണ്ട് കാറ്റഗറീസിനാണ് അല്ലെങ്കിൽ ഈ രണ്ട് ട്രൈബൽ ഗ്രൂപ്പിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. Taking into account of the livelihood and ecological system, these groups are comparatively isolated with their distinct culture. ഇപ്പൊ ഇവര് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ ഇവരുടെ ഒരു ജീവിത രീതിയും കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലെ എക്കോളജിക്കൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവര് പൊതുവെ എന്താണ് ഇവരുടെ തന്നെ കൾച്ചറിൽ നിന്ന് ഇവര് ഐസൊലേറ്റഡ് ആണ് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിന് നമ്മൾ പറയുന്നത്. ഹണ്ടിങ്, ഫുഡ് ഗ്യാദറിംഗ്, ഫിഷിംഗ്, പാസ്റ്ററലിസം, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആർ ഇൻ പ്രാക്ടീസ് ഫോർ ദ സബ്സിസ്റ്റൻസ്. ഇവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹണ്ടിങ് ചെയ്യാറുണ്ട്, ഫുഡ് ഗ്യാദറിംഗ്, ഫിഷിംഗ്, പാസ്റ്ററലിസം, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഒക്കെയാണ് ഇവര് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ മെയിൻ ഒക്യുപ്പേഷൻ ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനിയുള്ളത് കുറച്ച് എന്താ പറയാ നമ്മുടെ PVT-GS എന്ന് പറഞ്ഞുള്ള കാറ്റഗറീസ് ഏതൊക്കെ സ്റ്റേറ്റില് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള ഒരു കണക്കാണ് ജസ്റ്റ് പറയുന്നത്. അപ്പോ 13 ഇൻ ഒഡീഷ സ്റ്റേറ്റിൽ എത്രയാണ് 13 എണ്ണാണ്, 12 in Andhra Pradesh, 9 in Bihar and Jharkhand, 7 in Madhya Pradesh and Chhattisgarh, 6 in Tamil Nadu, 5 in Kerala, 5 in Gujarat, 3 in West Bengal, 3 in Maharashtra, 2 in Karnataka, 2 in Uttarakhand. Rajasthan, Manipur and Tripura have 1 PVTG each. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും നോക്കുകയാണെങ്കിൽ എന്താണ് ഓരോ സ്റ്റേറ്റിലും എന്താണ് ഇത്ര എണ്ണം വെച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിന് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു യൂണിറ്റ് 1 പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ ഫസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു എന്താണ് ട്രൈബൽ എന്ന് പറഞ്ഞു, അത് അതിന്റെ ആന്ത്രോപോളജിക്കൽ ഡെഫിനേഷൻ പറഞ്ഞു, കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞു, സോഷ്യോളജിക്കൽ ഡെഫിനേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് ട്രൈബും ഇൻഡിജിനസ് പോപ്പുലേഷൻ നമ്മൾ ആ ഒരു ഡിഫറൻസ് പോലെ പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് ഡീനോട്ടിഫൈഡ് നൊമാഡിക് സെമി നൊമാഡിക് എന്ന കോൺസെപ്റ്റ് എന്താണെന്നും പറഞ്ഞു, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്താണെന്നും പറഞ്ഞു. ഇതാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് 1 മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു.